കാമുകനൊപ്പം ജീവിക്കാൻ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ കൂട്ടുനിന്ന ഭാര്യ. ഒടുക്കം പോലീസ് പിടിയിൽ. കാമുകനും കാമുകിയും ചേർന്ന് ഭർത്താവിനെ കൊല്ലാനുണ്ടാക്കിയ പദ്ധതി ആരെയും ഞെട്ടുന്നതാണ്. സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ് ലക്നൌ സ്വദേശിനി 32-കാരിയായ പൂജ സിംഗ്. പ്രദീപ് സിംഗ് പരിഹാർ എന്ന യുവാവാണ് പൂജയുടെ ഭർത്താവ്. ഇവരുടെ ഉത്രേത്രയിലെ വീടിനോടടുത്ത് തന്നെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു കീടനാശിനി വിൽപ്പനക്കാരനായിരുന്നു രാം തീർത്ത് മൗര്യ. ഈ പ്രദീപ് സിംഗ് സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. ഇതൊക്കെ തന്നെ പൂജ സിംഗുമായി കൂടുതൽ പരിചയത്തിലാകാൻ മൗര്യയ്ക്ക് അവസരമൊരുക്കി കൊടുത്തു. പതിയെ പതിയെ പൂജയും മൗര്യയും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. പിന്നീടുള്ള ഇരുവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് പൂജയുടെ ഭർത്താവായ പ്രദീപ് സിംഗിനെ എങ്ങനെയെങ്കിലും കൊല്ലുക എന്നതായിരുന്നു. എങ്കിലേ അവർക്ക് ഇരുവർക്കും ഒരുമിച്ച് ജീവിക്കാനാകൂ. പ്രദീപ് സിംഗിനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനായി പൂജയും മൗര്യയും ചേർന്ന് കണ്ടുപിടിച്ച മാർഗമായിരുന്നു അതിലേറെ ഞെട്ടിക്കുന്നത്. അങ്ങനെ ഭർത്താവിനെ ഏതു വിധേനയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ച പൂജ സിംഗ് ഒടുക്കം ഭർത്താവിനോട് വിദേശത്തേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. മെച്ചപ്പെട്ട ജീവിതത്തെപ്പറ്റിയും വിദേശയാത്രയെപ്പറ്റിയും ഒക്കെ നിരന്തരം പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഒടുക്കം ഭർത്താവായ പ്രദീപ് സിംഗ് വിദേശത്തേക്ക് പോകാൻ സമ്മതം മൂളുന്നു. അങ്ങനെ പ്രദീപ് സിംഗ് വിദേശത്തേക്ക് പോകുന്ന ദിവസം അടുത്തു. പ്രദീപ് സിംഗ് യാത്രയ്ക്കായി അവിടെ നിന്ന് മടങ്ങുന്ന സമയം പൂജ മൗര്യയെ വിവരമറിയിച്ചു. മൗര്യ എന്തൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പ്രദീപ് സിംഗിനെ മദ്യപിക്കാനായി തന്റെ മോട്ടോർ വാഹനത്തിൽ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മറ്റു മനുഷ്യരാരുമില്ലാത്ത ചിരായാബാഗ് അണ്ടർപാസ് സർവീസ് ലൈനിന് സമീപം എത്തിയപ്പോൾ മൗര്യ വളരെ വിദഗ്ധമായി പ്രദീപിനെ പിന്നിൽ നിന്ന് കഴുത്തറത്തു കൊലപ്പെടുത്തുന്നു. എത്ര ക്രൂരമായാണ് അവർ ഇരുവരും ചേർന്നൊരു മനുഷ്യനെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനായി കൊന്നു കളഞ്ഞതെന്ന് നോക്കൂ. എന്നാൽ ഭർത്താവിനെ കൊന്ന് സുഖമായി ജീവിക്കാമെന്ന് കരുതിയ പൂജ സിംഗും രാം തീർത്ത് മൗര്യയും അധികം വൈകാതെ തന്നെ പോലീസിന്റെ വലയിലാവുകയാണ്. മൗര്യയെ ചിരായ ബാഗ് ബസ് സ്റ്റാൻഡിൽ നിന്നും പൂജയെ ലക്നൌവിലെ തന്നെ SGPGI ട്രോമ സെന്ററിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. കൊലപാതകത്തിനുപയോഗിച്ച കത്തിയും ടീഷർട്ടും അടക്കം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. പ്രദീപ് സിംഗിന്റെ പിതാവ് ലഖൻ സിംഗ് നൽകിയ പരാതിയിലായിരുന്നു പോലീസിന്റെ ഈ നടപടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.